ഹായ് ഓൾ. ലോമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജി കെയിലെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് മുകളിലാണ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജി കെയിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ലെവൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തു പോകുന്ന വളരെ വരാനിരിക്കുന്ന ക്ലീ, ക്യുസാറ്റ്, MG പോലുള്ള എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി പ്രൈവറ്റ് സെക്രട്ടറി ടു PM നരേന്ദ്രമോദി? നരേന്ദ്രമോദിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വരാൻ 100% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കോമ്പോണൻറ്റിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, നിധി തിവാരിയാണ്. ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആദ്യത്തെ ലേഡിയാണ് അവർ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കോമ്പോണൻറ്റിൽ കൂടെ ഈ ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആൻസർ വരുന്നത് നിധി തിവാരിയാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ പ്രസിഡന്റ് ഓഫ് ദി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മൊഹസിൻ നഖ്വിയാണ്. അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒക്കെ ഹെഡായിട്ടുണ്ടായിരുന്ന ആളാണ്. അതിൽ ഓപ്ഷൻ എ വരുന്നത് നമ്മുടെ BCCIയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ജയ് ഷാ ആണ്. അദ്ദേഹം ഇപ്പോൾ ചെയർമാൻ ഓഫ് ദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. ICCയുടെ പുതിയ ചെയർമാൻ ആണ് ജയ് ഷാ. ഷമ്മി സിൽവ എന്ന് പറയുന്നത് മുൻപ് ഈ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഓപ്ഷൻ ഡിയും ഇമ്പോർട്ടൻ്റ് ആണ്. ദേവജിത്ത് സൈക്കിയാണ് BCCIയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് കൂടെ നോട്ട് ചെയ്തോളൂ, റോജർ ബെന്നിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? CAG എന്ന് പറയുന്ന പോസ്റ്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, K സഞ്ജയ് മൂർത്തിയാണ്. അദ്ദേഹത്തിന് തൊട്ട് മുൻപ് ആ പോസ്റ്റിലിരുന്ന ആളാണ് ഓപ്ഷൻ എ, ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത്. അതിലെ തന്നെ ഓപ്ഷൻ സി, രാജീവ് കുമാർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബിക്കം ദി ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ദി IOC? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ആണ്. ഇതും ഒരു ഫസ്റ്റ് ഇൻ ഇന്ത്യ പോലെ ഫസ്റ്റ് ഇൻ ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നതിലും ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്ന സിംബാബ്വേൻ ആയിട്ടുള്ള ആളാണ്. അവർ തന്നെയാണ് ഫസ്റ്റ് ആഫ്രിക്കൻ ടു ഹോൾഡ് ദിസ് പൊസിഷൻ. ആ പൊസിഷനിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ ആയിട്ടുള്ള ആളും ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്ന സിംബാബ്വേൻ ആയിട്ടുള്ള ആളാണ്. ആളുടെ ഇവന്റ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ആണ്. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആളാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, PT ഉഷ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ ഫൈനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പുതിയ ഫൈനാൻസ് സെക്രട്ടറി ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അജയ് സേത്ത് ആണ്. അതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ആളാണ് തുഹിൻകാന്ത പാണ്ഡെ എന്ന് പറയുന്ന ആൾ. രഘുറാം രാജൻ എന്ന് പറയുന്നത് RBI ഗവർണർ, മുൻപത്തെ RBI ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. വി ആനന്ദ നാഗേശ്വരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇക്കണോമിക് അഡ്വൈസർ ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ് വി ആനന്ദ നാഗേശ്വരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദി 11th പ്രസിഡന്റ് ഓഫ് ദി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 11th പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തത് ആരെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ആൻസർ വരുന്നത് മസാത്തോ കാന്ത എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജാപ്പനീസ് ആയിട്ടുള്ള ആളാണ്. അതിൽ ഓപ്ഷൻസിൽ സിയിലും ഡിയിലും വരുന്നത് അതിൻ്റെ മുൻപത്തെ പ്രസിഡന്റുമാരാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ഗവർണർ ഓഫ് RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി, സഞ്ജയ് മൽഹോത്രയാണ്. RBI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ എക്സാംസിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് RBI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു RBI ടെസ്റ്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് RBI എന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് DGCA? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. ആൻസർ വരുന്നത് ഫൈസ് അഹമ്മദ് കിരുവായി എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി CEO ഓഫ് UIDAI? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഭുവനേഷ് കുമാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ഡയറക്ടർ ജനറൽ ഓഫ് CRPF? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ വരുന്നത് സി, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. അതിൽ ഓപ്ഷൻ എയിൽ വരുന്ന അനീഷ് ദയാൽ സിംഗ് എന്ന് പറയുന്നത് മുൻപത്തെ ഡയറക്ടർ ജനറൽ ഓഫ് CRPF ആണ്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ സ്പേസ് സെക്രട്ടറി ആൻഡ് ദി ചെയർമാൻ ഓഫ് ISRO. ISROയുടെ പുതിയ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാ വർഷവും സ്പേസ് റിലേറ്റഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ വർഷം ഇത്തരത്തിലൊരു ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അതും വരാൻ നല്ല സാധ്യത ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വി നാരായണനാണ്. അതിന് മുൻപുണ്ടായിരുന്ന S സോമനാഥാണ്. അതിന് മുൻപുണ്ടായിരുന്നതാണ് K ശിവൻ. അതിന് മുൻപുണ്ടായിരുന്ന ചെയർമാൻ ഓഫ് ISRO ആണ് AS കിരൺ കുമാർ എന്ന് പറയുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ISROയുടെ 5ാമത്തെ ചെയർമാൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. അത് ആരാണെന്ന് അറിയുന്ന ആളുകൾ ഒന്ന് ആളുടെ പേര് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, US-ൻ്റെതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കാഷ് പട്ടേലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് FBI-യുടേത് വാഷിംഗ്ടൺ DC-യിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ചീഫ് ഓഫ് ദി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ ചീഫ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി, ആലോക് രഞ്ജനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി 51st CJI, അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവർക്ക് അറിയുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷൻ സി, സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം അടുത്തത്, അതായത് 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ ഡിയിൽ കാണുന്ന ജസ്റ്റിസ് BR ഗവായിയെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവാൻ കൂടുതൽ ചാൻസ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി, ഗ്യാനേഷ് കുമാർ ആണ്. അതിൽ കാണുന്ന ഓപ്ഷൻ ഡി, സുഖ്ബീർ സിംഗ് സന്ധു എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ടോട്ടൽ 3 ആളുകളാണ് ഇപ്പോൾ കമ്മീഷനിൽ ഇരിക്കുന്നത്. അതിലൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി PM ഓഫ് ബെൽജിയം. ബെൽജിയത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ബാർട്ട് ഡി വ്യൂവർ എന്ന് പറയുന്ന ആളാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ദി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി, ബഹദൂർ സിംഗ് സാഗു എന്ന് പറയുന്ന ആളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ചെയർമാൻ ഓഫ് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നോക്കി വെക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, തുഹിൻ കാന്ത പാണ്ഡെയാണ്. SEBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി CM ഓഫ് ഡൽഹി. ഡൽഹിയിൽ അടുത്താണ് ഇലക്ഷൻ കഴിഞ്ഞത്. ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത് ഓപ്ഷൻ സി, രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 9ാമത്തെ ചീഫ് മിനിസ്റ്ററാണ് രേഖ ഗുപ്ത. ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ലോ എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. മുഴുവൻ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലോ എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ലോ എമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റും റീൽസ് എല്ലാം ഇടാറുണ്ട്. അതും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.